ഹലോ നമസ്കാരം, എല്ലാവർക്കും പൊന്നാനിയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പം ഞാനിപ്പോൾ നേരത്തെ കാണിച്ചത് ചിക്കൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഇട്ടിട്ട് വേവിച്ചെടുക്കുന്നതാണ് കേട്ടോ. ചിക്കൻ കട്ട്ലേറ്റാണ് ഇന്ന് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിലേക്ക് വേവിച്ചെടുത്ത ചിക്കനാണ് ഈ കാണുന്നത്. നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മറ്റേ സാധനം വെച്ച് ഉടയ്ക്കാൻ നോക്കിയപ്പോൾ ഉടയ്ക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ കൈ വെച്ചിട്ട് അതിങ്ങനെ ചെറുതാക്കി ഇടുകയാണ്. അപ്പോൾ ഭയങ്കര ചൂടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് അത് ഉടച്ചെടുക്കാം. ഇപ്പോൾ അവിടെ വയ്ക്കാം. അപ്പം ഞാൻ പറഞ്ഞു തരുന്നത് എന്താ വെച്ചാൽ നമ്മൾ ലൈഫിൽ ചിലർ പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ലേ, അതായത് ജയിച്ച ആൾക്കാരുടെ, സക്സസ് ആയിട്ടുള്ള ആൾക്കാരുടെ ലൈഫ് മാത്രമല്ല നമ്മൾ അറിയേണ്ടത്, അല്ലെങ്കിൽ സക്സസ് ആയിട്ടുള്ള കഥകൾ മാത്രമല്ല നമ്മൾ കേൾക്കേണ്ടത്, തോറ്റുപോയ ആൾക്കാരുടെ കഥകളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കേണ്ടതെന്ന്. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, എന്താ പറയുക, സക്സസ് ആയിട്ടുള്ള ആൾക്കാരുടെ കഥകൾ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾക്കതിൽ കൂടുതലും അവർ സക്സസ് ആവാൻ വേണ്ടിയിട്ടെടുത്ത എഫേർട്ടും അല്ലെങ്കിൽ അതിൻ്റെ പ്രയത്നങ്ങളും അതെന്തുകൊണ്ട് സക്സസ് ആയി ഉള്ള കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾക്ക് അത് ചെയ്യാൻ നമുക്ക് പറ്റും, ശരിയാണ്. പക്ഷേ നമ്മൾ സക്സസ് ആവാതെ തോറ്റുപോയവരുടെ കഥകൾ നമ്മൾ എടുക്കുമ്പോൾ അതിൽ നിന്നാണ് നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. കാരണം അവരെന്തുകൊണ്ട് തോറ്റുപോയി, എന്തുകൊണ്ടാണ് അവർക്ക് സക്സസ് ആവാൻ പറ്റാഞ്ഞത്, അല്ലെങ്കിൽ അവർ ചെയ്തൊരു കാര്യം എന്തുകൊണ്ട് വിജയിച്ചില്ല എന്ന കാര്യം നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ അവരുടെ ഫോൾട്ടുകളാണ് അതെന്ന് നമ്മളത് മനസ്സിലാക്കി എടുക്കണം. അത് കാണുമ്പോൾ അല്ലെങ്കിൽ അത് കേൾക്കുമ്പോൾ അപ്പം മാത്രമേ നമുക്ക് എന്തുകൊണ്ട് അവർ തോറ്റു എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അത് നമ്മളുടെ അടുത്ത് വരരുത് എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. കാരണം ജയിച്ച ആൾക്കാരുടെ കഥകളാവുമ്പോൾ അതിൽ ജയിച്ച കാര്യങ്ങൾ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുപോലെ എല്ലാ കാര്യത്തിലും നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ നമ്മൾ അറിയുന്ന കാര്യങ്ങൾ അത് എങ്ങനെ മാത്രം അത് ചെയ്യാം എന്ന കാര്യം മാത്രമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അത് മാത്രം പഠിച്ചുകൊണ്ടാണ് നമ്മളൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് അത് എങ്ങനെ ആയിത്തീരും എന്നുള്ളത്, അതങ്ങനെ ചെയ്താൽ അങ്ങനെ ആവും, അത്ര മാത്രമേ നമുക്കറിയുള്ളൂ. എങ്ങനെയൊക്കെ ചെയ്താൽ എന്തെങ്കിലുമൊക്കെ ഫോൾട്ട് വരും എന്ന് നമുക്കറിയണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ തെറ്റുകളും കുറവുകളും എല്ലാം ഉണ്ടാവണമല്ലേ. അതുപോലെ ഫുള്ളായിട്ട് പാളിപ്പോയ, ഞാൻ പറഞ്ഞത് വേറൊരു കാര്യമൊക്കെ ആണെങ്കിലും മൊത്തത്തിൽ പാളിപ്പോയിട്ടുള്ള ഒരു കട്ട്ലേറ്റിൻ്റെ കഥയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഉള്ളത്. അപ്പം ഞാൻ നല്ല അടിപൊളിയായിട്ട് കട്ട്ലേറ്റ് എത്രയോ കാലങ്ങളായിട്ട് എനിക്ക് പേഴ്സണലായിട്ട് ഇഷ്ടമുള്ളതാണ്, അല്ലെങ്കിൽ ഞാൻ കഴിക്കാൻ ആർക്കൊക്കെ കൊടുത്തിട്ടുണ്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കട്ട്ലേറ്റാണ് ഞാൻ എപ്പോഴും ഉണ്ടാക്കാറുള്ളത്. അത് ഈ പറഞ്ഞ പോലെ ഞാൻ പണ്ടൊക്കെ ബുക്കിലൊക്കെ നോക്കിയിട്ട്, യൂട്യൂബ് ഇല്ലാത്ത സമയത്തൊക്കെ ബുക്കിലൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ഈ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളതും. അതുകൊണ്ട് തന്നെ എന്നും സക്സസ് ആയിക്കൊണ്ട് തന്നെ ഇരുന്നു, കാര്യം ശരിയാണ്. പക്ഷേ അതിൽ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും, അതിൽ ചേർക്കുന്ന ഓരോ ചേരുവകളും അത് എന്തിനു വേണ്ടി ഏതിനു വേണ്ടി എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല. ഇതേപോലെ ചെയ്യണം എന്നൊരാൾ എഴുതി വെച്ചത് ഞാൻ അതേപോലെ പകർത്ത് മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതേപോലെ തന്നെ ഞാൻ ഇന്ന് ഒരു കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ ഇതിൽ ഒരു ചേരുവ ചേർക്കാൻ മറന്നതിൻ്റെ ഫലമായിട്ടുള്ള സംഭവ വികാസങ്ങളാണ് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണാൻ പറ്റുന്നത് കേട്ടോ. ഞാൻ ഇത്രയും ചെയ്തത് കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ അറിയുന്ന എല്ലാ ആൾക്കാർക്കും അറിയുന്നുണ്ടാവും എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത്. നമ്മൾ ആദ്യം ചിക്കൻ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് വേവിച്ച് വെക്കണം. ഞാൻ അതിൽ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ഇടും, കാരണം അതിൻ്റെ ചിക്കൻ വേവിക്കുമ്പോൾ ആ ഒരു നല്ല സ്മെല്ല് വരാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് കുറച്ച് സവാള, തക്കാളി, പച്ചമുളകും കൂടിയിട്ട് വഴറ്റിയെടുത്ത് അതിലേക്ക് കുറച്ച് മുളകും പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി ഒക്കെ ഇട്ടിട്ടൊന്ന് മസാല ഒന്ന് വഴറ്റിയെടുക്കും. എന്നിട്ട് നമ്മൾ ഉരുളക്കിഴങ്ങ് എത്ര വേണ്ടെന്ന് വെച്ചാൽ അത് വേവിച്ച് അത് ഉടച്ചിട്ട് അതും ഈ വേവിച്ച് വെച്ച ചിക്കനും പൊടിയായി കൈകൊണ്ട് ഇതാക്കിയിട്ട് അതും കൂടിയിട്ട് ചേർത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഒന്ന് അടച്ച് വെച്ചാൽ അതെല്ലാം കൂടി ഒന്ന് മിക്സ് ആവും. മല്ലിയില പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് കേട്ടോ, ടേസ്റ്റ് ആയിട്ടിരിക്കാൻ വേണ്ടി മല്ലിയില കൂടി വെതറിയാൽ സംഗതി ഉഷാറാണ്. അത്രയായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതെല്ലാം കൂടി ഒന്നെടുത്ത് മിക്സ് ചെയ്തിട്ട് കട്ട്ലേറ്റിൻ്റെ ഷേപ്പ്, ഏത് ഷേപ്പാണോ നമുക്ക് കട്ട്ലേറ്റ് വേണ്ടതെന്ന് വെച്ചാൽ ആ ഷേപ്പിലാക്കി എടുക്കുക. എന്നിട്ട് അതിലൊന്ന് നമ്മൾ സാധാരണഗതിയിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു മുട്ട പൊട്ടിച്ച് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് അതിൽ മുക്കുക. എന്നിട്ട് ബ്രെഡ് പൊടിച്ചിട്ട് ബ്രെഡിൻ്റെ പൊടിയിലൊന്ന് കുളിപ്പിച്ചെടുക്കുക. നേരെ വെളിച്ചെണ്ണയിലേക്ക് ഇടുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതിൽ ഞാൻ ഇന്ന് ചെയ്യാത്തൊരു കാര്യം, കോഴിമുട്ടയിലൊന്ന് കുളിപ്പിച്ചെടുക്കുന്ന കാര്യം ഞാൻ ചെയ്യാൻ മറന്നു കേട്ടോ. അപ്പോൾ അത് വേണ്ട
അതില്ലെങ്കിലും കുഴപ്പമില്ല എന്നാണ് എൻ്റെ ധാരണ. കാരണം ഞാൻ എപ്പോഴും കോഴിമുട്ട വെച്ചിട്ട് ചെയ്തതുകൊണ്ട് സക്സസ് ആയിട്ടുള്ള കാര്യം, അടിപൊളിയായി കട്ട്ലേറ്റ് ഉണ്ടായ കാര്യം മാത്രമേ എനിക്കറിയുള്ളൂ. പക്ഷെ അതെന്തിനാ ചേർക്കണമെന്ന് സത്യം പറയാലോ എനിക്ക് ഇന്നാണ് മനസ്സിലായത്. കട്ട്ലേറ്റിൻ്റെ കോലം കണ്ടില്ലേ നിങ്ങൾ? നല്ല അടിപൊളിയായിട്ട്. കാരണം ചിക്കനൊക്കെ അത്യാവശ്യം നമ്മൾ കടയിൽ നിന്ന് കഴിക്കുന്ന പോലെ ഒന്നല്ല. ഞാനിവിടെ എപ്പോഴും കട്ട്ലേറ്റും സമൂസ ഉണ്ടാക്കുമ്പോൾ നല്ല ഫില്ലിംഗ് ഉണ്ടാവും. ചിക്കൻ്റെ അത്യാവശ്യം നല്ല ഫില്ലിംഗ് ഉണ്ടാവും. നല്ല ടേസ്റ്റി ആയിട്ട് ഇരിക്കുകയും ചെയ്യും. അത്രയ്ക്ക് മസാല ഒക്കെ ആക്കി ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ ചെയ്തത് മൊത്തം വെള്ളത്തിലായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. കട്ട്ലേറ്റ് മൊത്തത്തിൽ പൊടിഞ്ഞു പോയി സുഹൃത്തുക്കളെ. അത് കോഴിമുട്ട നമ്മൾ ചേർക്കുന്നത് ഇത് അങ്ങനെ ഫിറ്റായിരിക്കും, അല്ലെങ്കിൽ ആ ബ്രെഡും ഇതെല്ലാം ഒന്ന് ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ള വിവരം എനിക്കറിയേ ഇല്ലായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ ഇന്നത് പഠിച്ച് എന്തായാലും ഇനി ചെയ്യുമ്പോൾ ഇത് ഞാൻ ഒരിക്കലും എൻ്റെ ലൈഫിൽ ഞാൻ മറക്കില്ല. ഇനിയിപ്പോൾ എന്തിനാ കോഴിമുട്ട ചേർക്കണമെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റും. ഞാൻ വിചാരിച്ചാൽ അതൊരു സ്റ്റൈലായിട്ട് നമ്മൾ ചെയ്യുന്നപ്പോൾ നമ്മൾ ആ ഒരു കളറ് കിട്ടാൻ, കാരണം നമ്മൾ ഈ എന്താണ് പപ്സൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ മേലെ, ബന്നൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ മേലെ ഇങ്ങനെ ഒരു ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടി ചെയ്യുമല്ലോ, അതുപോലത്തെ ഒക്കെ ഒരു ഇതാവുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇത്രയും ബുദ്ധിമുട്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ഇനിയിപ്പോൾ എന്താ പറയുക, കോഴിമുട്ട ചേർത്തില്ലെങ്കിൽ നമ്മൾ മൈദപ്പൊടി കലക്കിയിട്ട് അതിൽ മുക്കിയിട്ടെങ്കിലും ചെയ്താൽ മതിയായിരുന്നു. ഏതായാലും ഇത് രണ്ടും ഞാൻ ചെയ്തില്ല, മൊത്തത്തിൽ കൊളായിപ്പോയി. അപ്പം നമ്മൾ ഇതുപോലെ പാളിപ്പോയ കുറച്ച് കഥകളും അല്ലെങ്കിൽ പാളിപ്പോയ അനുഭവങ്ങളും നമുക്ക് ഉണ്ടാവണം കേട്ടോ. എന്നാലേ നമ്മൾ ജീവിതത്തിൽ കുറേ കാര്യങ്ങൾ കൂടി പഠിക്കുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. എന്തായാലും പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.